അസ്സലാമലൈക്കും ബീതാത്ത. എന്താണ് ബീത്താത്തന്റെ കുട്ടി എവിടുന്നാണ്? ബീതാത്ത, ഞാൻ കോഴിക്കോട് നിന്നാണ്. എന്റെ പേര് സലാം. ഇമാന്റെ പേര് പിന്നെ മൈമൂന. നിങ്ങൾക്ക് വിളിച്ച് ബുക്ക് ചെയ്തീന്ന് തോന്നണേ. ബുക്ക് ചെയ്തിന്, പക്ഷെ ബീത്താത്താൻ അങ്ങനെ കൊത്തൂല. ബീത്താത്താക്ക് ഒരുപാട് 100 ടോക്കൻ ഒരു ദിവസം എടുക്കുള്ളൂ. ബാക്കിയുള്ള നേരമൊക്കെ ബീത്താത്ത പ്രസവത്തിന്റെ കേസിന് ഇപ്പൊ ഏതാനും ആൾക്കാർ ബീത്താത്താനെ കൊണ്ടുപോകുന്നതാണ്. അപ്പൊ എന്താ കാര്യങ്ങൾ ബീത്താത്താനെ പറ്റി നല്ല നല്ല കറാമത്താളൊക്കെ കറാമത്തുണ്ട്. അതാണ് ഈ പ്രസവത്തിന് എല്ലാരും കൊണ്ട് ഇപ്പൊ പ്രസവത്തിന് ഫുള്ള് കാര്യ ബീത്താത്താനെ കൊണ്ടുവക്കാം. എന്തിനാ ചോദിച്ചാല് എന്റെ വീട് പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാണ്. ഇവിടെ ഇവിടെ നോക്കട്ടെ, വീട് പണി നടന്നുകൊണ്ടിരിക്കുക. തറ കെട്ടി കല്ല് കൊടുത്ത് വെച്ചിക്കണേ. അപ്പൊ തരാനെ പൈസ തന്നിട്ടില്ല. ഇല്ല, അതിന് നോക്കണം. ഇതൊക്കെ ഇങ്ങനെ ബീത്താത്തൊക്കെ മനസ്സിലായി. നല്ല കറ, നല്ല സെവിറ, നല്ല സെവിറ. സെവിർ നിങ്ങളെ കുടുംബത്തിൽ ആരെങ്കിലും വലിയ പ്രശ്നമുണ്ടോ? നിങ്ങൾ തമ്മിൽ തെറ്റ്? പക്ഷെ തെറ്റുണ്ട്. ഇവിടെ കാണുന്നുണ്ട് ബീത്താത്താക്ക് തെറ്റുണ്ട്. അപ്പൊ നിങ്ങളെ കുടുംബത്തിൽ എന്തോ ഒരു പ്രശ്നമായിട്ട് തെറ്റുണ്ട്. ഓരോ സെവിറാണ് നിങ്ങൾക്ക്. അപ്പൊ എന്ത് കാട്ടണം എന്നോ? ബീത്താത്ത, നിങ്ങൾക്ക് പൈസ കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് പൈസ കിട്ടി വീട് പണി നടക്കണം. അപ്പൊ ഈ പൈസ കിട്ടാൻ നമുക്കൊരു പാകുണ്ട്. 90 ദിവസത്തിന് ബീത്താത്തൊരു അടക്കം തരാം. 90 ദിവസം എന്ന് പറഞ്ഞാൽ 3 മാസം. ഈ 3 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ആ പൈസയും കിട്ടും. നിങ്ങളെ പേരെ പൂർത്തിയായിട്ട് എടുക്കും ചെയ്യും. അതിന് വീട്ടാത്തൊരു ഇത് തരാം. അത് പോകുമ്പോ ജന്തു കാട്ടണം, ഒരാളോട് മുണ്ടരുത്. ബസ്സിൽ കണക്കാക്കിയ പൈസ ബസ്സിനോട് കൂലി കൊടുക്കുക. ബസ്സുകാരനോട് കണ്ടക്ടറോട് ഇന്ന സ്ഥലത്തേക്കാണെന്ന് പറയുന്നത് ഈ പൈസന്റെ സ്ഥലത്ത് അവിടെ ഇറക്കും പൈസ. അപ്പൊ ഈ കോഴിമുട്ടമ്മ വീത്താത്തന്റെ കറാമത്ത് ഈ കോഴിമുട്ടമ്മ അതാണ്. വീത്താത്ത ഈ പണിക്കൂടെ നടക്കില്ല. അപ്പൊ 100 ടോക്കൺ തരുന്നത് എന്താ? ആ 100 ടോക്കൺ ഇങ്ങോട്ട് വീത്താത്ത ഈ കോഴിമുട്ടമ്മല് എല്ലാ സൗകര്യവും മന്ത്രവും വീത്താത്താന്റെ കറാമത്തും ഇതിമഴ ചെയ്തു. ഈ മുട്ടാണ് കൊണ്ടുപോയിട്ട് നിങ്ങള് പെര കയറ്റുന്ന തറണ്ടല്ലോ, മണ്ണിട്ട തറണ്ടല്ലോ. ഇപ്പൊ അതിന്റെ കന്നിമൂലൊക്കെ ഇത് 7 വട്ടം വരത്തിടുക. 7 വട്ടം വരത്തിടുക. വരത്തേക്ക് പോയിട്ട് 7 വട്ടം നിന്നിട്ട് ഇത് കന്നിമൂലൊക്കെ കൊണ്ടുപോയി കുഴിച്ചിടുക. കുഴിച്ചിടുമ്പോ ഇത് നമ്മള് പാത്യ സുഹൃത്ത് ഓതിയിട്ട് ഇത് കുഴിച്ചിടുക. പിന്നെ നമ്മള് ഈ തേരണ്ട് ഊതിത്തരും. ഈ തേരണ്ട് ഊതിത്തരുമ്പോ ഇത് പിന്നെ എല്ലാരും 8 മക്കളും താണ്ടി താളി ഇത് കടന്നുറങ്ങുമ്പോ കുടിച്ച ആ മുണ്ടെങ്കിൽ ഇത് വിതാത്ത അതെ. ഇത് നിങ്ങൾ കടക്കുമ്പോൾ എല്ലാവർക്കും ഇച്ചീച്ച കൊടുക്കുക. കൊടുത്തിട്ട് ഈ മുട്ട തറയിലും വെക്കുക. പിന്നെ ബീത്താത്താക്ക് നീ വിളിച്ചിന നേരം പറയും. ബീത്താത്താക്ക് ഉച്ചനിട്ട് വിളിച്ചത്. ബീത്താത്ത 100 ടോക്കനേ വാങ്ങുള്ളൂ. ബാക്കിയുള്ള നേരത്തൊക്കെ ബീത്താത്ത എന്ത് കാട്ടുന്നോ? ഇപ്പൊ ഭയങ്കര തിരക്കാ ബീത്താത്താക്ക്. മറ്റേ 100, 150 ടോക്കൺ എടുത്തിന്. ഇപ്പൊ ആ ടോക്കൺ എടുക്കൂല. ഇപ്പം ബീത്താത്താക്കില്ല കറാമത്ത് എന്തെന്നോ? ഒരുപാട് ആൾക്കാർ പ്രസവ കേസിനെ ഇപ്പൊ കൂടിയില്ല. അപ്പൊ എല്ലാവരും ഈ പ്രസവ കേസിനെ വിളിച്ച് തിരക്കാണ് ബീത്താത്താക്കിന്റെ കറാമത്ത്. അപ്പൊ ഏതാനും ആൾക്കാർ കുടിയിലാണ് പ്രസവം. അപ്പൊ ഈ ആശുപത്രിയിലൊക്കെ ഒരുപാട് കട്ടില ഒഴിവാ. അപ്പൊ ഈ ബീത്താത്താന്റെ കറാമത്തുണ്ട്. അപ്പൊ വിളിച്ചിന നേരത്തെ വിളിച്ചണം. 2 ദിവസം മുന്നേ വിളിച്ചണം. 100 ടോക്കൻ എടുക്കുള്ളൂ ബീത്താത്താക്ക്. അപ്പൊ ഞാൻ അവിടെ ആരെങ്കിലും പ്രസവമൊക്കെ ഉണ്ടെങ്കിൽ ബീത്താത്താക്ക് നിങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്തിട്ടോ. നൈസാള ഈ കോഴിമുട്ട കൊണ്ടുപോയി പറഞ്ഞ മാർക്കോട് കുഴിച്ചിടുക. ഈ തേനോട് കൊണ്ടുപോയി കുടിച്ച് സലാമലൈക്കും കുഞ്ഞു ബീത്താത്താന്റെ കുട്ടി ഇമാനോട് വിവരം പറയണ്ടിട്ടോ. ഇന്ന് 3 മാസത്തിനുള്ളിൽ ഇതിന്റെ വിവരം കഴിഞ്ഞിട്ട് ബീത്താത്താനെ അറിയിച്ചണം. ഇമാനി കൂട്ടി വരണം. ഇൻഷാ അല്ലാഹ് നമുക്ക് ലൈക്ക് ചെയ്യാം. ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. എല്ലാവർക്കും സന്തോഷം.